തിരുവോണം നക്ഷത്രക്കാർക്ക് പൂർണ്ണമായിട്ടും അനുകൂല സമയമല്ല. ശനി മീനത്തിലാണ്, വ്യാഴം മിഥുനത്തിലാണ്, രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ് ഇപ്പോഴുള്ള സഞ്ചാരം. ഗുണദോഷ സമ്മിശ്രമാണ് കാര്യങ്ങൾ. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലയെ സാമാന്യം ഭംഗിയായി നടത്തിക്കൊണ്ടു പോകുന്നതിന് നന്നായി യത്നിക്കേണ്ടതായിട്ട് വരും. അത് ചെയ്തുകൊള്ളുക. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുണ്ട്. വേണ്ടത്ര കരുതലോടുകൂടി പ്രവർത്തിച്ചില്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. യാത്രാക്ലേശം, അലച്ചിൽ, ആരോഗ്യപരമായ അസ്വസ്ഥതകൾ ഇതൊക്കെ നിങ്ങൾ നേരിടേണ്ടതായി വരാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ. നിങ്ങളുടെ കുടുംബത്തിൽ ചെറിയ ചില അസ്വസ്ഥതകൾക്കൊക്കെ ഇടയുണ്ട്. വളരെ ക്ഷമയോടെയും ശാന്തതയോടെയും അതെല്ലാം കൈകാര്യം ചെയ്യേണ്ടതാണ്. സംഭാഷണത്തിൽ നല്ല കരുതലും മിതത്വവും ശീലിക്കുക. വിവാഹാദി കാര്യങ്ങളിൽ ശ്രദ്ധാപൂർവം ഇറങ്ങിത്തിരിക്കുക. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസമുണ്ടാകാം. അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും വളരെ ശ്രദ്ധാപൂർവം മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മരംഗത്ത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളുമൊക്കെ അനുഭവപ്പെടാൻ ഇടയുണ്ട്. ദീർഘകാലമായി മനസ്സിൽ കരുതുന്ന ചില കാര്യങ്ങളൊക്കെ നടക്കും. വീടിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ഉടനെ അത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. പുതിയ ഗൃഹവാഹനാദികൾ നേടാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ പരദേവതാ ക്ഷേത്രങ്ങളോ കാവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ശരിയായ രീതിയിൽ താമ്പൂല രാശി ചെയ്ത് ഇപ്പോഴുള്ള ഗുണദോഷാവസ്ഥകളൊക്കെ അറിഞ്ഞ് വേണ്ടത് ചെയ്യുക. ആരൂഢത്തിൻ്റെ ഗുണദോഷഭാവം ശരിയായി പരിശോധിപ്പിച്ച് മനസ്സിലാക്കി വേണ്ടത് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ജാതകത്തിൽ ജനന സമയത്ത് ഇപ്പോഴുള്ള ദശാകാല സ്ഥിതിയും മറ്റെല്ലാ കാര്യങ്ങളും നന്നായി അറിഞ്ഞ് ഉത്തമമായ പരിഹാരം ചെയ്യുന്നത് നല്ലതാണ്.